നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി വരവായി. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസമാണ് വിഷുവായി നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷു ദിവസം നമ്മൾ ചെയ്യുന്ന ഐശ്വര്യപൂർണമായ ഏതൊരു കാര്യങ്ങളുടെയും ഫലം വരുന്ന ഒരു വർഷക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഇനി വിഷുവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാൽ വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷു സദ്യ ഇവയെല്ലാമാണ് വിഷുവിൻ്റെ പ്രത്യേകതകൾ. മേടമാസം 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതിയാണ് വിഷു വരുന്നത്. ഇത്തവണ 2025 ഏപ്രിൽ 14 മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ചയാണ് വിഷു വരുന്നത്. വിഷു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണി തന്നെയാണ്. വിഷുക്കണിയില്ലാതെ വിഷു ആഘോഷിച്ചാൽ അതൊരിക്കലും അർത്ഥപൂർണമാകുന്നതുമല്ല. വരാൻ പോകുന്ന അടുത്തൊരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറയുവാൻ വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നോക്കാം. കണി ഒരുക്കുമ്പോൾ വെള്ളൂട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകവും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നുമാണ് സങ്കല്പം. കണിക്കൊന്ന പൂക്കൾ കാലപുരുഷന്റെ കിരീടവും, കണി വെള്ളരി മുഖവും, വിളക്കിത്തിരികൾ കണ്ണുകളും, വാൽക്കണ്ണാടി മനസ്സും, ഗ്രന്ഥം വാക്കുകളും എന്നിങ്ങനെ പോകുന്നു ആ സങ്കല്പം. ഇനി വിഷുക്കണി ഒരുക്കുവാൻ നമുക്ക് ആദ്യം വേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമില്ല എങ്കിൽ അതിനു പകരമായി ഭഗവാന്റെ ഫോട്ടോ ഉപയോഗിച്ചും വിഷുക്കണി നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമാണെങ്കിലും ഇനി അതല്ല ഫോട്ടോയാണെങ്കിലും അതിൽ മുല്ലപ്പൂ മാല ചാർത്തുക, തുളസിമാലയും ചാർത്താവുന്നതാണ്. അതിനുശേഷം കണിക്കൊന്ന പൂക്കൾ കൊണ്ട് നല്ലതുപോലെ അലങ്കരിക്കുക. ഓട്ടുരുളിയിൽ കണി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓട്ടുരുളിയില്ല എങ്കിൽ അതിനു പകരമായി ബ്രാസിന്റെ ഉരുളിയിലോ അല്ലെങ്കിൽ തട്ടത്തിലോ വിഷുക്കണി ഒരുക്കാവുന്നതാണ്. ഞാനിവിടെ ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. ഉരുളിയിലേക്ക് ആദ്യം ഉണക്കലരിയും നെല്ലും ചേർത്താണ് ഇടേണ്ടത്. ഞാനിവിടെ അരി മാത്രമാണ് ഇടുന്നത്. നെല്ല് സെപ്പറേറ്റ് ഒരു പറയിലാണ് വെക്കുന്നത്. ഓട്ടുരുളിയിൽ അരി ഇട്ടതിന് ശേഷം പിന്നീട് നല്ല സ്വർണ്ണ നിറമുള്ള മഞ്ഞ നിറമുള്ള കണി വെള്ളരിയാണ് ആദ്യം വെക്കേണ്ടത്. വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്തത് കണി വെള്ളരിയും ചക്ക, മാങ്ങ, കദളിപ്പഴം ഇവ 4ഉമാണ്. ഒരുപാട് പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളോ ഒന്നുമില്ലെങ്കിലും ഈ 4 വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഇതുമാത്രമായും വിഷുക്കണി ഒരുക്കാവുന്നതാണ്. ഇനി വിഷുക്കണി ഒരുക്കുമ്പോൾ അതിൽ മാമ്പഴം വെക്കുന്നത് സുബ്രഹ്മണ്യന് വേണ്ടിയാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറെ പ്രിയപ്പെട്ട വസ്തുവാണ് മാമ്പഴം. അതുപോലെ തന്നെ ചക്ക ഗണപതി ഭഗവാനും, കദളിപ്പഴം ശ്രീകൃഷ്ണ ഭഗവാനും ഏറെ പ്രിയപ്പെട്ടതാണ്. ഇനി വിഷുക്കണിക്ക് പഴം വെക്കുമ്പോൾ പടലയോട് കൂടിയുള്ള പഴമാണ് വെക്കേണ്ടത്. ഒരു കാരണവശാലും പഴങ്ങൾ ഇരിഞ്ഞു വെക്കരുത്. ഇനി എല്ലാവർക്കും ചിലപ്പോൾ കദളിപ്പഴം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് കദളിപ്പഴത്തിനു പകരമായി പൂവമ്പഴം ഉപയോഗിക്കാവുന്നതാണ്. വിഷുക്കണി ഒരുക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കണിയൊരുക്കുവാനായി വെക്കാവുന്നതാണ്. ഇനി ചിലയിടങ്ങളിൽ വിഷുക്കണി ഒരുക്കുമ്പോൾ പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറിക്കുമൊപ്പം വിത്തുകളും വെക്കാറുണ്ട്. ഇനി അടുത്തതായി തിരുവുടയാടയാണ് വെക്കുന്നത്. വെള്ളരിക്ക് പുറകിലായിട്ടാണ് തിരുവുടയാട വെക്കേണ്ടത്. ഭഗവതി സങ്കല്പത്തിലാണ് തിരുവുടയാട വെക്കുന്നത്. അതിനുശേഷം വാൽക്കണ്ണാടി വെക്കാവുന്നതാണ്. വാൽക്കണ്ണാടി വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വാൽക്കണ്ണാടി വെക്കാവുന്നതാണ്. ഇനി അടുത്തതായി ഉരുളിയിൽ വെക്കേണ്ടത് നാളികേരമുറിയാണ്. നാളികേരമുറിയിൽ നാണയത്തുട്ടുകൾ ഇട്ട് വെക്കാവുന്നതാണ്. എന്നാൽ ചിലയിടങ്ങളിൽ നാളികേരമുറിയിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താറാണ് പതിവ്. നിങ്ങളുടെ നാട്ടിൽ ഏത് രീതിയാണോ അതിനനുസരിച്ച് നാളികേരം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഉരുളിയിൽ വെക്കേണ്ട വസ്തുക്കളെല്ലാം തന്നെ വെച്ചു കഴിഞ്ഞു. അടുത്തതായി ഒരു തട്ടത്തിൽ ഗ്രന്ഥം വെക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതു ഗ്രന്ഥവും വെക്കാവുന്നതാണ്. ഞാനിവിടെ ഭഗവത്ഗീതയാണ് വെച്ചിരിക്കുന്നത്. അതിനു മുകളിലായി ഒരു കോടിമുണ്ട് വെക്കാവുന്നതാണ്. പുതിയ വസ്ത്രമോ അല്ലെങ്കിൽ അലക്കി തേച്ച വസ്ത്രമോ വെക്കാവുന്നതാണ്. അതിനുശേഷം വെറ്റിലയും അടയ്ക്കയും വെക്കുക. വെറ്റില എടുക്കുമ്പോൾ നല്ല വാടാത്ത ഫ്രഷായ വെറ്റില നോക്കി തന്നെ എടുക്കുക. പിന്നീട് കുങ്കുമച്ചെപ്പ്, കൺമഷി, ഇനി സ്വർണം വെള്ളി നാണയമുണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണാഭരണങ്ങളാണ് ഉള്ളതെങ്കിൽ അത് വെക്കാവുന്നതാണ്. അതിനോടൊപ്പം നാണയമോ രൂപയോ വെക്കാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കണിയിൽ സ്വർണവും നാണയങ്ങളും വെക്കുന്നത്. അതിനുശേഷം ചെറിയ ഒരു പറയിൽ
നെല്ലാണ് വെച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം നവധാന്യങ്ങൾ ഉണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. ഇനി കണി ഒരുക്കുമ്പോൾ ഗ്രന്ഥം വെക്കുന്നത് സരസ്വതി ദേവിയുടെ പ്രതീകമായിട്ടാണ്. ഇതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ അഷ്ടമംഗല്യത്തട്ടുണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. ഇത്രയും ചെയ്തതിനു ശേഷം നിലവിളക്കും ഒരുക്കി വെക്കേണ്ടതാണ്. 5 തിരിയിട്ട ഭദ്രദീപമാണ് കണി കാണുമ്പോൾ നമ്മൾ കൊളുത്തേണ്ടത്. അടുത്തതായി ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ച് അതിൽ വെളുത്ത പൂക്കൾ ഇട്ട് വെക്കുക. നിങ്ങളുടെ പക്കൽ മുല്ലപ്പൂ ഉണ്ടെങ്കിൽ മുല്ലപ്പൂ ഇട്ട് വെക്കാവുന്നതാണ്. ജീവന്റെയും ഈ പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ടതിന് ശേഷമാണ് വിഷുക്കണി കാണേണ്ടത്. ഇത്രയും ചെയ്തതിനു ശേഷം കൊടിവിളക്കും തയ്യാറാക്കി വെക്കേണ്ടതാണ്. കൊടിവിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് വെക്കുക. അതിനോടൊപ്പം തീപ്പട്ടിയും എടുത്തു വെക്കേണ്ടതാണ്. ഇനി അവസാനമായി ഉരുളിയിൽ കണിക്കൊന്ന പൂവും വെക്കാവുന്നതാണ്. വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് കണി ഒരുക്കുന്നത്. അതുപോലെ തന്നെ അതിരാവിലെ വിളക്ക് കൊളുത്തി അവർ കണി കണ്ടതിന് ശേഷം വീട്ടിലെ ഓരോ അംഗങ്ങളെയായി കണ്ണു പൊത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കുകയാണ് പതിവ്. ഇനി വിഷുക്കണി ഒരുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വിളക്ക് വെക്കുമ്പോൾ കുറച്ച് സൈഡിലേക്ക് മാറ്റി വേണം വിളക്ക് വെക്കുവാൻ. കാരണം അതിരാവിലെ തന്നെ വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിന്റെ നിഴൽ ഭഗവാന്റെ മുഖത്തു പതിയാത്ത രീതിയിൽ വേണം വിളക്ക് വെക്കേണ്ടത്. വിഷു ദിവസം പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിഷുക്കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമം. വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ പുലർച്ചെ വിളക്ക് കൊളുത്തി കണി കണ്ടതിന് ശേഷം കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി പൂജാമുറിക്ക് മുൻപിൽ കണ്ണുപൊത്തി കൊണ്ടുവരണം. അതിനുശേഷം വിളക്കും ഭഗവാനെയും ദ്രവ്യങ്ങളും കാണാവുന്ന രീതിയിൽ നിർത്തിയതിനു ശേഷം കണ്ണു തുറപ്പിക്കുക. ഒരു വർഷം മുഴുവനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനയാണ് ഇതിലൂടെ നിറവേറുന്നത്. ഒരു വർഷാരംഭത്തിന്റെ മംഗളകരമായ തുടക്കം കുറിക്കലാണ് വിഷുക്കണിയുടെ പൊരുൾ. വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിഷു കൈനീട്ടമാണ് നൽകേണ്ടത്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുൻപിൽ നിന്നും കണിക്കൊന്നയും ഒരു നാണയവും ചേർത്ത് ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയോ എല്ലാവർക്കും നൽകുന്നതാണ് വിഷു കൈനീട്ടം. കണി കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വർഷം സമൃദ്ധമായിരിക്കട്ടെ എന്ന അനുഗ്രഹത്തോടെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുകയാണ് വേണ്ടത്. കൈനീട്ടമായി ലഭിക്കുന്ന നാണയം അടുത്ത ഒരു വർഷം വരെ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ അലമാരയിലോ അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. അടുത്ത ഒരു വർഷം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുവാൻ നിറഞ്ഞ മനസ്സോടുകൂടി വേണം ഭഗവാനെ കണി കാണേണ്ടത്. മാത്രമല്ല അടുത്ത ഒരു വർഷക്കാലം സകല ഐശ്വര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണും മനസ്സും നിറയുന്നതുവരെ ഭഗവാനെ കണി കാണുക. അടുത്ത ഒരു വർഷത്തെ ഐശ്വര്യമാണ് ഈ ഒരു വിഷു കണിയിലൂടെ നമുക്ക് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ വിഷു കൈനീട്ടം നൽകുന്നതിലൂടെ ധനലക്ഷ്മിയെ ആദരിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചംക്രമണത്തിലേക്കുള്ള ഉയർച്ചയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം ഒരു വർഷം മുഴുവനും നമ്മുടെ അകക്കണ്ണിൽ ഈ മനോഹരമായ ദൃശ്യം നിലനിൽക്കുന്നതുമാണ്. ധനലക്ഷ്മി എന്നാൽ അത് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മി ദേവി ഒരിക്കലും എവിടെയും സ്ഥിരമായി വസിക്കുന്നതല്ല. എന്നാൽ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി വസിക്കുന്നതുമാണ്. ഇനി വിഷുക്കണിയും വിഷു കൈനീട്ടവും കഴിഞ്ഞാൽ അടുത്തത് വിഷു സദ്യയാണ്. വിഷു സദ്യ നമുക്ക് വേണ്ടി മാത്രമല്ല തയ്യാറാക്കേണ്ടത്, നമ്മുടെ പിതൃക്കൾക്കും ഒരിലയിട്ട് സദ്യ വിളമ്പേണ്ടതാണ്. അതിനുശേഷം പക്ഷി മൃഗാദികൾക്കും നമ്മുടെ സദ്യയുടെ ഒരു പങ്ക് നൽകേണ്ടതാണ്. അതിനുശേഷമാണ് വീട്ടിലുള്ള അംഗങ്ങൾ സദ്യ കഴിക്കേണ്ടത്. വിഷുവിന്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മൾ ആചരിക്കുമ്പോൾ അതിന്റെ എല്ലാ ഐശ്വര്യവും നമുക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വീട്ടിൽ തന്നെ വിഷുക്കണി ഒരുക്കി എല്ലാവരും കണി കാണുക. വിഷുവിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് വിഷുക്കണി തന്നെയാണ്. വിഷുക്കണി കാണേണ്ട സമയം അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇനി പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിഷുക്കണി കാണുവാൻ സാധിക്കാത്തവർക്ക് രാവിലെ 7:50 നിങ്ങൾക്ക് വിഷുക്കണി കാണാവുന്നതാണ്. എല്ലാവർക്കും ഇത്തവണ വിഷുക്കണി ഒരുക്കുവാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ അഷ്ടൈശ്വര്യങ്ങളും നിറയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.